നിങ്ങൾക്ക് കൂൾ ലിപ്പ് ഹാൻഡ്സ് ഒക്കെ ഉപയോഗിക്കണമെന്ന് നിർത്തണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഓരോ പോയിന്റ് അത്ര പോയിന്റ് ഇല്ല 5 പോയിന്റ് ഈ 5 പോയിന്റും സ്കിപ്പ് ചെയ്യാതെ ക്ലിയർലി നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിത് കേൾക്കണ്ട. നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നത് കേൾക്കണം. നിങ്ങൾക്കിത് നിർത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളെ കൊണ്ട് ഇത് നിർത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, ഇതെങ്ങനെ നിർത്തണം, എനിക്ക് നിർത്തണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഡോക്ടറെ, പക്ഷെ ഇത് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ. അപ്പോൾ നിർത്തണം എന്ന് ആഗ്രഹമുള്ളവർ ആദ്യം പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ഒന്ന് കുത്തിപ്പൊട്ടിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഐ ആം ഡോക്ടർ മുഷ്താഖ്, യുവർ ഡെൻറ്റിസ്റ്റ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 5 വേയിൽ ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നാണ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളിത് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണണം. ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ ഒരുപാട് സഹായമൊന്നും കിട്ടുന്ന ഡെൻറ്റിസ്റ്റ് അല്ലെങ്കിലും നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഈ വയ്ക്കുന്ന റീജിയൺ ക്ലിയർലി നിങ്ങളൊന്ന് കാണണം. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഇത് 1 മാസമേ നിങ്ങൾ വെച്ചിട്ടുള്ളൂ എങ്കിലും നിങ്ങളുടെ ചുണ്ട് അല്ലെങ്കിൽ കവിള് നിങ്ങൾ എവിടെയാണോ വെക്കുന്നത്, ചിലർ മുകളിൽ വയ്ക്കാം, ചിലർ താഴെ വയ്ക്കാം, ചിലർ കവിളിൽ വയ്ക്കാം, എവിടെയാണോ നിങ്ങൾ കണ്ടിന്യൂസ്ലി വെക്കുന്ന ആ റീജിയൻ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്കിത് ക്ലിയർലി കാണാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. ആദ്യം നിങ്ങൾക്ക് ഈ വയ്ക്കുന്ന റീജിയൻ നിങ്ങൾ ക്ലിയർലി ഒന്ന് കാണണം, കണ്ടേ പറ്റൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സീരിയസ്നെസ്. നമ്മൾ ഈ ഫോട്ടോയിൽ ക്യാൻസർ ഒക്കെ കാണുന്നത് പോലെ, അതുപോലെയല്ല, ക്യാൻസർ ആയി എന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു ഇനിഷ്യൽ സൈൻ, അതിന് പ്രീ ക്യാൻസറസ് ലീഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ഇത് വെക്കുന്നുണ്ടെങ്കിൽ, ഇത് ചിലവർക്ക് മാത്രമല്ല കേട്ടോ, ഇത് വെക്കുന്നുണ്ട്, ഞാൻ ഇത് വർഷങ്ങളായിട്ട് വെക്കുന്നു ഡോക്ടറെ, എനിക്ക് ക്യാൻസർ വന്നിട്ടില്ല. അവൻ 20 വർഷമായി അവൻ വെക്കുന്നു, അവന് ക്യാൻസർ വന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെ വായിൽ പ്രീ ക്യാൻസറസ് ലീഷൻ എന്ന് പറയുന്ന മോണയിലെ ചേഞ്ചസ് വെള്ള കളറിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും കാണാൻ പറ്റും. അത് നിങ്ങൾ ആദ്യം ക്ലിയർലി ഒന്ന് കാണണം. ഇതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ കിടക്കുക. നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നിക്കോട്ടിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കുകയാണ് നമ്മൾ രണ്ടാമത്തെ വഴിയിൽ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ കൂൾ ലിപ്പ് അല്ലെങ്കിൽ ഹാൻഡ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്ലഷർ കിട്ടുന്നത്? അതിൻ്റെ മെയിൻ കാരണം ഈ നിക്കോട്ടിനാണ്, അല്ലേ? ഈ നിക്കോട്ടിൻ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. നമ്മൾ ഈ ടുബാക്കോ, അതായത് നമ്മളുടെ ഈ ഹാൻഡ്സോ കൂൾ ലിപ്പോ ഉപയോഗിക്കാതെ നമ്മൾ ഈ നിക്കോട്ടിനെ റീപ്ലേസ് ചെയ്യുന്നു. എന്തുപയോഗിച്ച്? ഇതാണ് അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. നിക്കോട്ടിൻ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്, ക്യാൻസർ അല്ല ഉണ്ടാക്കുന്നത്. അതാദ്യം മനസ്സിലാക്കണം. ഈ അഡിക്ഷനെയാണ് നമ്മൾ ഇല്ലാതെയാക്കുന്നത്. അഡിക്ഷൻ ഇല്ലാതെയാക്കി കഴിയുമ്പം ഈ നമ്മളുടെ ഈ കൂൾ ലിപ്പിലും ഹാൻഡ്സിലുള്ള ടുബാക്കോയാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കണം ആദ്യം. ഈ ടുബാക്കോ ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാക്കുന്നില്ല, നിക്കോട്ടിനാണ് അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. നിക്കോട്ടിൻ്റെ അഡിക്ഷനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക. എങ്ങനെ റീപ്ലേസ് ചെയ്യും? ചില നിക്കോട്ടിൻ ലോസഞ്ചേഴ്സ് അല്ലെങ്കിൽ നിക്കോട്ടിൻ ചൂയിങ് ഗംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് നമ്മൾ ഈ നിക്കോട്ടിനെ റീപ്ലേസ് ചെയ്യും. അപ്പം നമുക്ക് ക്യാൻസർ വരില്ല, നമ്മൾ ഈ ഹാൻഡ്സും കുള്ളിപ്പ് ഉപയോഗിക്കുകയില്ല. ക്ലിയർ? അപ്പോൾ ഈ നിക്കോട്ടിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. അത് ഏറ്റവും നല്ലത്, നിങ്ങൾ ഈ എവിടെയാണോ നിങ്ങൾ ഈ ഹാൻഡ്സ് അല്ലെങ്കിൽ കുള്ളിപ്പ് വെച്ചിരുന്നത്, ഏത് കവിളിൻ്റെ ഭാഗത്താണോ അവിടെ തന്നെ ഈ ചൂയിങ്കം വെക്കുക. നമ്മൾ സാധാരണ ചവയ്ക്കുന്നവർ ചവയ്ക്കുന്നതിലും ബെറ്റർ ഒന്ന് ഇനിഷ്യലി ഒന്ന് ചവച്ചതിന് ശേഷം ആ റീജിയണിൽ തന്നെ വെക്കുക. അപ്പം ഇതിൻ്റെ പ്രധാനമായിട്ട് ഈ ആൾക്കാർക്ക് ഇവിടെ തന്നെ ഒന്ന് വെച്ചാലാ ഒന്ന് അവിടെ ഇരുന്നാൽ, ഇച്ചിരി ബൾജ് ചെയ്ത് അവിടെ ഇരുന്നാലാണ് അവർക്ക് ആ ഒരു ഫീൽ, ആ ഒരു പ്ലഷർ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ ഈ ചൂയിങ്കം തന്നെ വെക്കുക, നിക്കോട്ടിൻ ചൂയിങ്കം തന്നെ വെക്കുക. നിങ്ങൾക്കിത് കുറച്ച് കൊണ്ടുവരാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇഞ്ചി ചതച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാമ്പു എന്തെങ്കിലും ചതച്ചിട്ടോ ആ റീജിയണിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പ്രശ്നം നമുക്ക് ആ ഒരു പ്ലഷർ അങ്ങ് പോവും. അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുന്നില്ല എന്നുള്ളൊരു ഫീല് നമുക്കങ്ങ് പോവും. അപ്പം ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. നമ്മൾ ആ സാധനത്തിന് പകരം, അതായത് കൂൾ ലിപ്പ് ഹാൻഡ്സിന് പകരം മറ്റൊരു സാധനത്തിനെ അവരെ പ്ലേസ് ചെയ്ത്, നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ആ ഉപയോഗത്തിനെ നമ്മൾ കുറയ്ക്കുന്നു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. എൻ്റെ മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ
ഇത് ഇന്ന് നിർത്തും എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇത് ഞാനൊരു 2 ആഴ്ച കൊണ്ട് ഞാൻ ഇതിനെ നിർത്തും എന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇതിന് ചില ടൈപ്പ് ഓഫ് ട്രിഗേഴ്സ് ഉണ്ടാവും. ട്രിഗർ മീൻസ് ചില സമയങ്ങളിലേ നമുക്കിത് വെക്കാൻ തോന്നും. ഇപ്പോൾ ഒരു ലോങ് ഡ്രൈവർ ആണെങ്കിൽ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് വെക്കാൻ തോന്നും. അതുപോലെ തന്നെ ഒരു പുറത്ത് പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെ ഇത് വെക്കാൻ തോന്നും. അതുപോലെ തന്നെ ചിലവർക്കുണ്ട്, അതാണ് ഏറ്റവും വലിയ ക്രിമിയടി, അവനൊക്കെയാണ് പൊട്ടിക്കൽ കൊടുക്കേണ്ടത്. അവൻ ഹോസ്റ്റലിൽ പോകുമ്പോൾ മാത്രമേ വെക്കൂ. ഞാൻ 2 വർഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാലും എനിക്ക് വെക്കണം തോന്നാറില്ല. പക്ഷേ ഹോസ്റ്റലിൽ ചെന്ന് കാല് കുത്തിയാൽ എനിക്ക് ഒന്ന് സിഗരറ്റ് വലിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ്സ് ഉള്ളിപ്പോൾ വെക്കണം. അത് നിങ്ങളുടെ പിയർ ഗ്രൂപ്പിൻ്റെ കുഴപ്പമാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എൻവയോൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്. ഈ ട്രിഗേഴ്സിനെയും നമ്മൾ മാറ്റണം. നിങ്ങൾ ആദ്യം മൈൻഡിൽ ഒന്ന് സെറ്റ് ചെയ്യുക, ഞാനൊരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാനിതിനെ കുറച്ച് കൊണ്ടുവന്ന് നിർത്തും. അല്ലാതെ ഞാൻ ഇന്ന് തന്നെ നിർത്തി നടക്കത്തില്ല. ഒരു മാസം എടുത്ത് അല്ലെങ്കിൽ 2 ആഴ്ച എടുത്ത്, അത് നിങ്ങൾ എത്ര നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, നിങ്ങളുടെ മെൻ്റൽ വിൽ പവർ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം നിങ്ങൾ ഒരു ടൈം സെറ്റ് ചെയ്യുക. ഒരു ക്വിറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് കൊണ്ട് സാധിക്കുന്ന ഒരു 2 ആഴ്ചയോ എന്തെങ്കിലും നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തത്, നിങ്ങളുടെ ഈ ട്രിഗർ ഫാക്ടറിനെ നിങ്ങൾ ഒഴിവാക്കുക. എസ്പെഷ്യലി നിങ്ങൾക്ക് ഹോസ്റ്റലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ, ഇത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്താകുന്ന സാധനമാണ്. ഇത് നിർത്താൻ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ എടുത്ത് നിങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കുക. ഇനി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിന്ന് മാറി നിങ്ങൾ മറ്റൊരു ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനത്തെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ, നിങ്ങൾ എന്താണോ ട്രിഗർ എന്ന് നിങ്ങൾക്കേ അറിയൂ, അത് എനിക്കറിയില്ല, അത് മറ്റാർക്കും അറിയില്ല. ആ ട്രിഗറിനെ നിങ്ങൾ മാറ്റുക. ഇനി ചിലവർക്ക് വണ്ടി ഓടിക്കുമ്പോഴാണ് പ്രശ്നം. ആ സമയത്ത് നിങ്ങളൊരു ചൂയിങ്കം വായിലിടുകയോ ഒരു കുരുമുളക് കടിക്കുകയോ അല്ലെങ്കിൽ ഗ്രാമ്പു ചവയ്ക്കുകയോ ഇഞ്ചി ചവയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു മറ്റൊരു സാധനത്തിലേക്ക് ചവയ്ക്കുന്ന ട്രിഗറിലേക്ക് മാറുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലവർക്ക് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു ഹാൻഡ്സ് വെക്കണം അല്ലെങ്കിൽ ഒരു കൂളിപ്പ് വെക്കണം. അങ്ങനെയുള്ളവർക്ക് ആ ഒരു സമയത്ത് നല്ല ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ ഭയങ്കര കോൾഡായിട്ട് വല്ല ഐസ് ക്യൂബ് ഇട്ട് വെള്ളം കുടിക്കുക. അങ്ങനെ എന്തെങ്കിലും ആ ട്രിഗറിനെ നിങ്ങളൊക്കെ മാറ്റാനുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്ക് അത് നിങ്ങൾ തന്നെ ആർജിച്ചെടുക്കണം. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാനാണ് സൈക്കോളജിസ്റ്റ്. അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ, ഒരു ട്രെയിനറെയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണണം. അപ്പം ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് മൈൻഡിൽ സെറ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ 3ാമത്തെ പോയിന്റ്. എൻ്റെ 4ാമത്തെ പോയിന്റ്, മര്യാദയ്ക്ക് ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇതിനെ പോലെ ചീഞ്ഞ ഒരു സാധനം നിങ്ങൾക്ക് വേറെ കിട്ടത്തില്ല ലോകത്ത്. നമ്മളിത് വായിൽ വെച്ചുകൊണ്ട് നടന്നാൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇത് വളരെ മോശം ടുബാക്കോ, അതാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ്. അഡിക്ഷൻ ഉണ്ടാക്കുന്ന നിക്കോട്ടിൻ, ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ള ബോധം ആദ്യം നിങ്ങൾക്ക് വേണം. ഇത് നല്ലതല്ലെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ എങ്കിലും ഉപയോഗിക്കുക. ഈ സാധനത്തിൻ്റെ എത്രമാത്രം കൊള്ളില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം പൊടിപ്പും തൊങ്ങലും വെച്ച് ഇത് മോശമാകട്ടോ, ഇത് ഉപയോഗിക്കല്ലേ, ഇത് ചീച്ചയാണേ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയല്ല. ഇത് ക്ലിയർലി ഇത് ഉപയോഗിച്ചാൽ നീ ചത്തുപോവും എന്നുള്ള ബോധം നിനക്ക് വേണം. ഇപ്പൊ കുറെ അമ്മമാർ അതിൻ്റെ പുറകെ വരും. ഇത് ഉപയോഗിച്ചില്ലേലും ചത്തുപോവില്ലേ, 20 കൊല്ലം ഉപയോഗിച്ചിട്ട് ഞാൻ ചത്തില്ലല്ലോ, ചത്തെങ്കിൽ ചത്തന്നേ ഉള്ളൂ. ഈ ചാവാതെ ജീവിക്കുന്നവൻ ചത്തു എന്ന് പറയുമ്പം എനിക്കും ഉള്ളിലൊരു വിഷമമുണ്ട്. അതൊരു ജീവൻ നഷ്ടപ്പെടുന്നതിന് നമ്മളങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഇത് ഉപയോഗിക്കുന്നത് മോശമാണെന്ന് അറിഞ്ഞിട്ടും ഇമ്മാതിരി സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അതിനങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയും? നിങ്ങൾ തന്നെ പറ. അമ്മാതിരി മോശമല്ലേ? അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അപ്പം ചത്തെങ്കിൽ ചത്തുന്നേ ഉള്ളൂ. ചത്തില്ല എങ്ങാനും നിങ്ങൾക്ക് ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദന, യാതന അത് എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത് വന്നു കഴിയുമ്പോഴേ പഠിക്കൂ. വന്നവരെ കണ്ടതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഇരുന്ന് പറയുന്നത്. ഇവിടുന്ന് ദശയും ഈ സൈഡിൽ അത് ഫുള്ള് ഈ മാംസവും എടുത്തു കളഞ്ഞാലുള്ള അപ്പിയറൻസ് എങ്ങനെ ഉണ്ടാവും? ഇനി നിങ്ങൾക്ക് ക്യാൻസറും വന്നില്ല, ഒന്നും വന്നില്ല, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരാളുടെ മുമ്പിൽ പോയി നന്നായിട്ട് ചിരിച്ച് സംസാരിക്കാൻ പറ്റുമോ? വായനാറ്റം അടിക്കും. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ ആ വായനാറ്റം സഹിച്ച് നിൽക്കുക എന്നുള്ളൂ. നിങ്ങളിത് വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതിന് നാറ്റവാ സാറേ. ഇത് അടുത്ത് വന്ന് നിന്ന് വർത്താനം പറയുന്നവൻ ഒന്നെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവനായിരിക്കും,
നിങ്ങളുടെ അടുത്ത് തിരിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പറയാത്തത് നിങ്ങളെ പേടിച്ചിട്ടല്ല, അതല്ലെങ്കിൽ നിങ്ങൾക്കത് എന്തെങ്കിലും ആയാലോ മോശമല്ലേ അങ്ങനോട് അവനോട് പറഞ്ഞാൽ അവൻ എങ്ങനെ എടുക്കും, അതുകൊണ്ട് മാത്രം പറയാത്തയാ. അല്ലാണ്ട് അവന് ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല. അമ്മാതിരി വായ്നാറ്റവാ. നിങ്ങളുടെ പല്ല്, മോണ ഒക്കെ നശിച്ചു പോവും. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ചിരിക്കാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. നരകിക്കുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് ഈ സാധനം നല്ലതല്ല എന്നുള്ള ബോധ്യം, ഇതിൻ്റെ അകത്തുള്ള ഒരു സാധനം പോലും നിങ്ങൾക്ക് നല്ലത് തരുന്നില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ഇതാണ് എൻ്റെ 4ാമത്തെ പോയിന്റ്. എൻ്റെ 5ാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് ഇതിനൊരു ഹെൽപ്പ് വേണം. ഒന്നുകിൽ ഒരു ഡെന്റിസ്റ്റ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ വിശ്വസിക്കാവുന്ന, എന്തും പറയാവുന്ന ഒരാൾ. ഏറ്റവും നല്ലത് അമ്മ. ഒരാളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് വേണം. ഒന്നെങ്കിൽ ഒരു ഡെന്റിസ്റ്റിൻ്റെ, അമ്മയെ ഒരു ഹെൽപ്പായിട്ട് എടുക്കാൻ പറ്റുന്നവരാണ്, നിങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റുന്നയാളാണെങ്കിൽ അമ്മ. ഈ 2 പേരുടെ ഹെൽപ്പ്, ആരെങ്കിലും ഒരാളുടെ ഹെൽപ്പ്, ഈ 2 കൂട്ടരിൽ ആരെങ്കിലും ഒരാളുടെ ഹെൽപ്പ് എടുക്കണം. കാരണം 2 ആഴ്ച കൂടുമ്പം നിങ്ങളെ ഒന്ന് റിവ്യൂ ചെയ്യണം. നിങ്ങളെ തന്നെ, നിങ്ങളുടെ ആരാണോ നിങ്ങൾ സെലക്ട് ചെയ്ത, ഡെന്റിസ്റ്റ് ആണോ അമ്മയാണോ, അവരുമായിട്ട് ഒരു ഡിസ്കഷൻ വേണം റിഗാർഡിങ് ദിസ്. അതായത് നിങ്ങൾ നിർത്തി, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഡിസ്കഷൻ വേണം. ഞാൻ ഡെന്റിസ്റ്റിനേക്കാൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക അമ്മയോടായിരിക്കും. കാരണം അമ്മ ഇതറിഞ്ഞാൽ, ഡെന്റിസ്റ്റിന് ഇത് പേഷ്യൻ്റ് മാത്രമാണ്, അമ്മയ്ക്ക് ഇത് അമ്മയുടെ ജീവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങളൊരു അപ്രോച്ച് എടുത്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും, നിങ്ങൾക്ക് നിർത്താൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ 2 ആഴ്ച കൂടുമ്പം എത്രമാത്രം നിങ്ങൾ വെച്ചിരുന്ന ആ റീജിയൻ്റെ ടിഷ്യൂ ഹീലിംഗ് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ കാണണം. ഡെന്റിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ അവരുടെ ക്യാമറയിലോ എന്താണെങ്കിലും കാണിച്ചു തരും. അമ്മയാണ് നിങ്ങളുടെ ഒരു ഹെൽപ്പിനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളായി തന്നെ അമ്മയുടെ ഹെൽപ്പോടുകൂടി ഈ റീജിയൻ നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ കാണണം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആളാണെങ്കിൽ ആ റീജിയൻ്റെ ഫോട്ടോ നിങ്ങൾ ആദ്യം മുതൽ, നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇടുന്നത് പോലെ തന്നെ നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് എടുത്തു വെച്ച് നോക്ക്. എത്രമാത്രം നിങ്ങളുടെ ആ വെച്ചിരുന്ന റീജിയൻ്റെ ടിഷ്യൂ ഹീലിംഗ് ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതം ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് നിങ്ങളാ കാണുന്നത്. അങ്ങനെ വേണം നിങ്ങൾ രക്ഷപ്പെടാൻ. ഇതാണ് എൻ്റെ 5ാമത്തെ പോയിന്റ്. ചിലവർക്ക് ഇതുകൊണ്ട് നിൽക്കാത്തവൻ ഒരു ഫിസിഷ്യൻ, ഡോക്ടറുടെ ഹെൽപ്പ് നേടണം, ചില മെഡിസിൻസ് എടുക്കേണ്ടി വരും. അതിനൊന്നും മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനല്ലേ. നമ്മൾ പനി വന്നാൽ പാരസിറ്റാമോൾ കഴിക്കില്ലേ, അതുപോലെ നിങ്ങൾക്കൊരു അസുഖമുണ്ട്. നമ്മുടെ WHO ഒരു ഹു ഈസ് എ വെൽബീയിങ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ ഡെഫിനിഷൻ ഫോർ ഹു ഈസ് എ വെൽബീയിങ്, ഹി ഈസ് എ പേഷ്യൻറ്റ് ഹു ഈസ് ഐഡിയലി എ ഹെൽത്തി പേഴ്സൺ, ഹി ഈസ് സോഷ്യലി, ഫിസിക്കലി ആൻഡ് മെൻ്റലി വെൽബീയിങ് ആയിരിക്കണം. സോഷ്യലിയും ഫിസിക്കലിയും മെൻ്റലിയും വെൽബീയിങ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ മെൻ്റലി ആണ് നമുക്ക് ഈ നിക്കോട്ടിൻ അഡിക്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിസിഷ്യൻ, ഡോക്ടറുടെ ഹെൽപ്പ് മെൻ്റലിയോ നമുക്കൊരു സപ്പോർട്ടിന് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ചില മെഡിസിൻസ് എടുത്തോ നമ്മളുടെ ഒരു സപ്പോർട്ട് നമ്മൾ എടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതം നന്നാക്കാൻ. ഞാനിത് നോർമൽ ആളുകളോടല്ല എൻ്റെ ഈ കാര്യം. ഒന്നുകിൽ ഇത് ഉപയോഗിക്കുന്നവരോട്, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് അറിയുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ളവർ. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ഒരാളിനെ നിർത്തണം അല്ലെങ്കിൽ നിർത്തിക്കണം എന്ന ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം. അവരിത് പറഞ്ഞ് മനസ്സിലാക്കണം, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെ നിർത്തിയാൽ വളരെ സന്തോഷം. ഒരാൾ നിർത്തിയാൽ മതി. ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ സക്സസ് ആയെന്നാണ് എൻ്റെ അർത്ഥം. കണ്ടവരെല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ പുറകെ വരുന്നവർക്കും ഇതൊന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെയുള്ള യൂസ്ഫുൾ കണ്ടൻസിനായിട്ട് സ്മൈൽ ഓൺ ഡെന്റിസ്റ്റ് ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് പേജും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.